ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ വലിയ നാത്തൂന് തിരിച്ച് ചേച്ചീൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളടങ്ങിയ ഒരു വീഡിയോ ആണ്. കൂട്ടുകാരാരെങ്കിലും പുതുതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ രാവിലെ തന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് മക്കൾക്ക് ചായയും കടിയൊക്കെ കൊടുത്ത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നെയ്ച്ചോറും കോഴി ഉണ്ടാക്കാമല്ലോ വിചാരിച്ചു. ആദ്യം തന്നെ പുളിഞ്ചിയാണ് ഉണ്ടാക്കിയത്. തീ നല്ലോണം കത്തനുണ്ടായിരുന്നു. അപ്പോൾ പുളിഞ്ചി ഉണ്ടാക്കാമല്ലോ വിചാരിച്ച് കുറച്ച് പുളിഞ്ചി ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ചേച്ചിക്ക് ഏട്ടനും പിന്നെ നിർബന്ധം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അവർക്ക് കുറച്ച് സാമ്പാറും പച്ചടി ആയാൽ അവർ ഉഷാറായിട്ട് ചോറിനും. അടുക്കളയത്തെ ഈ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വേണം, ഞങ്ങൾക്ക് 2 കല്യാണങ്ങളുണ്ട്. അപ്പോൾ ആ 2 കല്യാണത്തിനും പോകണം. അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് പണി തീർക്കുകയാണ്. പുളിഞ്ചിക്കാണെങ്കിൽ കുറച്ച് അധികം തീ കത്തുന്നുണ്ട്. അപ്പം അങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് തിളച്ച് ചിന്തിയാൽ പോയി പുളിഞ്ചീൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ പുളിഞ്ചി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ നെയ്ച്ചോറുണ്ടാക്കി. എനിക്കാണെങ്കിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. കാരണം വെള്ളം ഏറുമോ എന്നുള്ളൊരു ചെറിയൊരു പേടിയാണ്. പിന്നെ ഉണ്ടാക്കിയപ്പോൾ നെയ്ച്ചോറുണ്ടാക്കലും പഠിച്ചു. അങ്ങനെ നെയ്ച്ചോറായി, ചിക്കൻ കറിയായി, പുളിഞ്ചി ഉണ്ടാക്കി. അടുക്കളയത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കല്യാണത്തിന് ഒരുങ്ങിപ്പോന്നു. ലച്ചുമോളെ മാത്രം കൊണ്ടുവന്നിട്ടുള്ളൂ കല്യാണത്തിന്. ബാലു അല്ലൊക്കെ അവിടെ ഓഡിറ്റോറിയത്തിൽ കല്യാണമുണ്ട്. അപ്പോൾ അവർ അവിടെ കൂടിക്കോളും പറഞ്ഞിട്ട് അവരെ അവിടെ നിർത്തി പോന്നു. അങ്ങനെ ഞങ്ങൾ കല്യാണ വീട്ടിലെത്തിയപ്പോൾ താലികെട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണ തിരക്കിലായി. അത് കുറേ സമയം നോക്കി നിന്ന് പിന്നെ നേരെ ചോറിനാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഇവിടുന്ന് ചോറ് തിന്നിട്ട് വേണം അടുത്ത കല്യാണത്തിന് പോവാൻ. അപ്പോൾ അമ്മയും അമ്മായിയും ലച്ചുമോളും ഞങ്ങളെല്ലാവരും ചോറിന് വേണ്ടിയിട്ട് കുറേ സമയം ഇവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സദ്യയൊക്കെ കിട്ടി. അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. സാമ്പാറും ഉപ്പേരി, പപ്പടം, അച്ചാർ, പുളിഞ്ചി, അവിയൽ, മസാലക്കറി, പായസം അടപ്രഥമനായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനൊരു 4 ഗ്ലാസ് പായസമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കല്യാണത്തിനൊക്കെ പോയി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ നമ്മളെ മക്കൾ അവരെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. അവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചി ഏട്ടനും പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. വീടിൻ്റെ ഉള്ളിൽ ഒരുപാട് ആൾക്കാരുണ്ടായപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ. മക്കളായാലും അടിയും പിടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ഓരോ രസങ്ങളായിരുന്നു. അപ്പോൾ എല്ലാവരും പോയപ്പോൾ ഭയങ്കര സങ്കടമായി മനസ്സിക്ക്. ചേച്ചിയും തന്നെ അതാ ഒരുങ്ങി ഇറങ്ങുന്നുണ്ട്. ചേച്ചിക്ക് തന്നെ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ നിന്നിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ചേച്ചിക്ക് ഭയങ്കര സങ്കടമാണ്. ചേച്ചീൻ്റെ വീട്ടിൽ അവിടെ ഒരു സൈലൻ്റ് ഏരിയയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇവിടുത്തെ ഒച്ചയും വിളിയൊന്നും അവിടെ ഉണ്ടാവലില്ല. അപ്പോൾ ചേച്ചിക്ക് ഇവിടെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ ഭയങ്കര കൂട്ടാണ്. ഞങ്ങൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പറയും. അങ്ങനെ ചേച്ചിയായിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ അവർ ഞങ്ങളോട് ടാറ്റയൊക്കെ പറഞ്ഞ് അവർ പോയി. അവർ പോയപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ. ലച്ചമ്മക്കൊക്കെ ഭയങ്കര സങ്കടമായി. അവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ പുതിയ വീടിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ നനച്ചതിൻ്റെ കുറേ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയി. അവിടെ പോയി ഞാനും ഏട്ടനും കുറേ സമയം സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് പൈപ്പും കാര്യങ്ങളൊക്കെ എടുത്തേക്കാൻ പറഞ്ഞിട്ട് അതെടുത്തേക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഞാനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കണമെന്നപ്പോൾ ഏട്ടൻ അങ്ങനെ ചീത്ത അറിയുന്നുണ്ട് കേട്ടോ. എൻ്റെ ഒരു ഫോൺ ഇജ്ജ് അതൊന്ന് എടുത്ത് വെക്കാൻ വാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ചീത്ത അറിയുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ക്യാമറ ഓൺ ആക്കിയിട്ടാണ് ഞാൻ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോന്നു. അപ്പോൾ ഇത് കൊണ്ടുപോകുന്ന ഇടയിൽ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവിടെ വെച്ചിട്ട് പോരുകയാണോ ഫോണ്, എടുക്കണില്ലേ, അടുത്ത് പോരും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അങ്ങനെ ചീത്തയൊക്കെ പറയുന്നുണ്ട്. ഫോൺ ഓണാക്കിയിട്ടാണ് ഇപ്പോൾ ഇജ്ജ് പോരുന്നത്, അടുത്ത് പോരുക, അതങ്ങനെ വെറുതെ അവിടെ ഓണാക്കിയിടണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഏട്ടനെ അങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞാനതൊന്നും കേൾക്കാതെ പിന്നെ ഞാനതങ്ങോട്ട് എടുത്തു പോന്നു. വെറുതെ ചീത്ത കൊള്ളണ്ടല്ലോ വിചാരിച്ചിട്ട് അതങ്ങോട്ട് എടുത്തു പോന്നു. ഞാൻ പറഞ്ഞു നിങ്ങളൊരു വീഡിയോ എടുക്കാനും സമ്മതിക്കുന്നില്ല പറഞ്ഞാണ്ട് ഏട്ടനോട് ദേഷ്യപ്പെട്ടിട്ട് ഞാൻ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് പോന്നു. പൈപ്പാണെങ്കിൽ വെയിലൊക്കെ കൊണ്ടിട്ട് ചെറുതായിട്ടൊന്ന് ചുങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ പൈപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിച്ച് കൊണ്ടുപോയി വീടിൻ്റെ അടുത്ത് വെക്കണം. പൈപ്പൊക്കെ വീടിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ കുറച്ച് വീടിൻ്റെ അടുത്ത് അച്ഛൻ കുറച്ച് മഞ്ഞളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ കുറേ അത് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പോരുമ്പോൾ അടുത്ത് പോരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഞ്ഞൾ ചാക്കിലാക്കിയത് എടുക്കാൻ വേണ്ടിയിട്ട് പോന്നു. കഴിഞ്ഞാൽ മതിയോ?
കുറച്ച് മഞ്ഞൾ ഉണ്ട്, അതൊന്ന് നോക്കട്ടെ. അമ്മ പറിച്ച് വെച്ചതേനു, അതൊന്ന് നോക്കട്ടെ. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. കുറച്ചധികം ഉണ്ട്. ഇവിടെയുണ്ട് കുറച്ച് കൂട്ടിയിട്ടതാണ്. ഇതിൽ കുറച്ച് നന്നാക്കിയിട്ടുണ്ട്, നന്നാക്കിയിട്ട് ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇത് ഇത്രയും നന്നാക്കി വെച്ചതാണ്. ഇനിയും കുറേ പറിച്ചെടുക്കാനുണ്ട്. ഏട്ടനെ അവിടെ കുറേ കവുങ്ങുണ്ട്, അപ്പോൾ അതൊന്ന് നനക്കട്ടെ പറഞ്ഞിട്ട് വെള്ളം കൊണ്ടുവന്ന് നനയ്ക്കുന്നുണ്ട്. ഇനി ഇതിൽ കുറേ ഉണ്ട് പറിച്ചെടുക്കാൻ. അത് ചാക്കിലാക്കി എടുത്തു പോന്നു. ഇതിനി ബൈക്കമ്മൽ കൊണ്ടുപോയിട്ട് പുഴയിൽ കൊണ്ടിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ രാത്രിയാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നപ്പം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.